ഹായ് ഫ്രണ്ട്സ്, ഇത് ഷബ്നം ഷഹീർ ഓറയിൽ നിന്നാണ്. ഓറയിൽ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഇട്ട വ്ളോഗ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ റൈനി പാപ്പാക്ക് കന്നഡ വാങ്ങിക്കാനായിട്ട് ഞാൻ എൻ്റെ മദർ ലോയും പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓപ്റ്റോമെട്രിസ്റ്റ് പറഞ്ഞാണ്, പിന്നെ 1.5 years ആയി നമ്മുടെ കൺസൾട്ട് ചെയ്യാനുള്ള ടൈമായി. സോ ഒരു ഡോക്ടറെ കാണിച്ച് രണ്ടാമത് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിയാൽ മാത്രമേ ഇനി അവന് ഇവിടുന്ന് ഈ ലെൻസിൽ കണ്ണട സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പൊ ഇന്നേ ദിവസം അപ്പൊ ഞാൻ അതിനാൽ ചൂസ് ചെയ്തു, ഡോക്ടറെ ബുക്ക് ചെയ്തു. രഞ്ജിനി മാമിനെയാണ്, കടവന്ത്രയിലായിരുന്നു ഇതുവരെ കാണിച്ചിരുന്നത്. കടവന്ത്രയിൽ ഡോക്ടറെ പോയി ഗിരിധറിലെ തൃപ്പൂണിത്തറ ഐ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആയി. സോ ഞങ്ങൾ പോയത് തൃപ്പൂണിത്തറയിലുള്ള ഗിരിധറിലാണ്. അവിടെ ഇരുന്നിട്ട് ആളെ ഫസ്റ്റ് ലോബിയാണ് നിങ്ങൾ കണ്ടതും പിടിച്ചതും. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് അപ്പോയിൻമെന്റ് എടുത്തത് കാരണം 10:45-നായിരുന്നു ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ്. ചെന്ന പാടെ തന്നെ റൈനു പാപ്പാനെ വിളിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് മരുന്നൊക്കെ ഇടിയിച്ച് ഡോക്ടർ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കൺസൾട്ട് ഒന്ന് കണ്ട് ഇരുത്തിയേക്കണ ഇരിപ്പാണ് അവൻ കാണുന്നത്. ആ ഇരിപ്പിൽ തന്നെ അവന് ബോറടിച്ചു തുടങ്ങി. ആ സമയം കൊണ്ട് എന്നെ ഇറിറ്റേറ്റ് ആയി. എൻ്റെ ഷോളൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരുമാതിരി എന്താ പറയാ അറ്റാക്കിലൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ ഞാൻ പോട്ടെ വിട്ട് അടുത്തുള്ള അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്താന്ന് ഞാൻ എടുത്ത് പറഞ്ഞു. അതിനൊക്കെ അവൻ ജാലകക്കാരൻ ഡാൻസ് കളിക്കണേന്. ഡോക്ടർ അത്ര ആൾക്കാരുടെ ഇടയിൽ ജാലകക്കാർ ഡാൻസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നത്. അപ്പൊ പിന്നെ അതിൻ്റെ ഇടക്ക് വാഷ്റൂം ഇടക്ക് പോവും, അതിന് റീഫിൽ ചെയ്യാൻ വേണ്ടി പിന്നെ ഹോട്ട് വാട്ടർ കുടിക്കും, പിന്നെയും പോയി വരും. ഇത് അവന്റെ ഒരു എന്താ പറയാ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന വരെ ഒരു നിത്യാഭ്യാസമായി മാറി. പിന്നെ അത് കഴിഞ്ഞ് അവിടെയുള്ള ബുക്കുകളൊക്കെ എടുത്ത് നോക്കലായി. പിന്നെ അവസാനം എല്ലാം ഒന്നും കിട്ടാണ്ടായപ്പോഴേ അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയാണ്, ഒരു പെൺകുട്ടി. പക്ഷെ ഇവനത് അവളെ മൈൻഡ് ചെയ്യല്ല. ആ കുട്ടി ഇവന്റെ അടുത്ത് മാറണമില്ല. അവളവിടെ പോയി അമ്മയുടെ ബാഗ് എടുത്ത് വന്നപ്പോ ഇവൻ എന്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ അതിൽ നിന്ന് ഫോണൊക്കെ എടുത്ത് ഭയങ്കര എന്താ പറയാ ഹൈപ്പർ എന്താ പറയാ ആൾക്കാരെ ഷൈൻ ചെയ്യണ പോലെ ഫോണൊക്കെ എടുത്ത് അതിൽ നിന്ന് നെക്കലൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചാർജ് ഇല്ല ഫോണിൽ. പറഞ്ഞത് ഇല്ല, 100% ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കണേ. ആ സമയത്താണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വിളിച്ചത്. നേരെ ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ടിങ് റൂമിലേക്ക് കയറിയുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ആ പുറത്തേക്ക് ഇരിക്കുന്ന സമയത്തുള്ള ആ ഇരിപ്പും ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കണ്ണില് മറ്റേ ഐ ഡ്രോപ്സ് ഇട്ടിട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ 1 hour വെയിറ്റ് ചെയ്യുന്ന മുമ്പുള്ള കാവടിയാണ് കാണുന്നത്. പിന്നെ ഐബ്രോ ഇട്ട് ഐ ഡ്രോപ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണടഞ്ഞ് അടങ്ങിയിരിക്കും തിരുമ്മല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു ഇതും കേൾക്കാതെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ പറയാം കണ്ണിലിട്ട് കുത്തിക്കൊടുക്കണേ. അതിലൊക്കെ പിന്നെ രണ്ടാമത് ഡോക്ടർ കൺസൾട്ടിങ് റൂമിലേക്ക് കയറ്റി അങ്ങനെ ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവൻ്റെ ലെഫ്റ്റ് ഐയിൽ മാത്രം ചെറിയൊരു പവർ വേരിയേഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ യൂസ് ചെയ്യുന്ന കണ്ണട തന്നെ യൂസ് ചെയ്താൽ മതി. അത് സ്ക്രാച്ചൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞ അപ്പോൾ അതിനു മുമ്പ് അവൻ ലെൻസ് കാർട്ടിൽ ഓർഡർ ഒക്കെ ചെയ്തല്ലോ. അപ്പൊ ഇനി നേരെ പോകണം ലെൻസ് കാർട്ടിലേക്കാണ്. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് തുടർന്നുള്ള വീഡിയോ കാത്തിരിക്കണം. ലവ് യു ഓൾ.